നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാർത്ത നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. വാർത്ത എല്ലാവരിലേക്കും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിലെത്തുമെന്ന ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന യൂണിയൻ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ കാതോർക്കുന്നതും. നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ചും കർഷകർക്ക് ഉൾപ്പെടെ ധനസഹായങ്ങൾ ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് 23 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു സഹായമാണ് ഈ ക്ഷേമ പദ്ധതി വഴി ലഭ്യമാകുന്നത്. ഈ പദ്ധതിയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതായത് കർഷക ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഭൂമി എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ധനസഹായം നിങ്ങൾക്ക് ലഭിക്കുക. ചെറുകിട നാമമാത്ര കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. എത്ര ചെറിയ ഭൂമി ആയിക്കൊള്ളട്ടെ, ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ധനസഹായമായിട്ട് വർഷം 6000 രൂപ ലഭിക്കുന്ന PM കിസാൻ എന്ന കേന്ദ്ര പദ്ധതിയുടെ തുകയാണ് 8000 രൂപ മുതൽ 9000 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഗഡുക്കളിൽ വർധനവുണ്ടാവുകയോ ഇനി അതുമല്ലെങ്കിൽ ഗഡുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ആണ് ചെയ്യാനായിട്ട് സാധ്യത. ഈ വരുന്ന യൂണിയൻ ബജറ്റ് അവതരണത്തിന് ശേഷമായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സൂചന നമുക്ക് ലഭ്യമാവുക. യൂണിയൻ ബജറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നും കർഷകരുടെ വോട്ട് അത് പരമാവധി കേന്ദ്ര സർക്കാരിന് ഏറെ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വലിയ ക്ഷേമ പദ്ധതി ആനുകൂല്യത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ സ്ത്രീ ഗുണഭോക്താക്കൾ നിരവധിയായിട്ടുണ്ട്. അതായത് കർഷകരായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇരട്ടിയോളം ധനസഹായമാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് 6000 രൂപയുടെ സ്ഥാനത്ത് 12000 രൂപയാണ് ഇവർക്ക് നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചു വരുന്നത്. നിർണായക നീക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതായത് നിലവിൽ ഓരോ ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോഴും നമുക്ക് 4000 രൂപ വീതം പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിൽ ഇപ്പോഴും പുതുതായിട്ട് നമുക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു സവിശേഷതയും. കേന്ദ്ര സർക്കാർ അതിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും CSC സെൻറ്ററുകൾ വഴി ഒരുക്കി തരുന്നുണ്ട്. 2018, 2019 കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. 2018 പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന കർഷകരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പിന്നീട് സ്ഥലം വാങ്ങിയവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഈ 2018-19 കർഷകരെ എല്ലാം കൂടി പദ്ധതിയിലേക്ക് ചേർത്തതിന് ശേഷം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന വ്യക്തികൾ അന്നുണ്ടായിരുന്ന കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ ഇപ്പോഴും ഭൂമി അവരുടെ പേരിൽ തന്നെയാണുള്ളത് എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഈ വർഷത്തെ കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ, അതുപോലെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ എന്നിവ അപേക്ഷിക്കുവാനായിട്ട് നിർബന്ധമാണ്. അപേക്ഷയിലെ പേര്, ആധാറിലെ പേര് എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തിയ ശേഷം വേണം നിങ്ങൾ ഈ ഒരു PM കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഓഫീസർമാർ ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. ഇത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ആകുന്ന മുറയ്ക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് നമ്മുടെ ഡാറ്റ എത്തുക. പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക അത് ഓരോ ഘട്ടത്തിലും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു PM കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതി. അപേക്ഷ വയ്ക്കാനുള്ളവർ പുതിയ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ ആനുകൂല്യത്തിൻ്റെ സ്റ്റാറ്റസ് അത് PM കിസാൻ പോർട്ടലിൽ പരിശോധിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തുക മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഇനി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും KYC, അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്കിങ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് ഉള്ളവർ അത് പൂർത്തീകരിച്ചുവെന്ന് ഉറപ്പാക്കേണ്ടതാണ്. എല്ലാവരിലേക്കും മറക്കാതെ നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.